ഹർഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള വലിയ നീക്കത്തിലാണ് പലരും. ഇപ്പോൾ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം അയോഗ്യനാക്കണം എന്നുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കാൻ ആളുകൾ ഉണ്ടാകുമോ നിയമസഭയിൽ? അനുകൂലിക്കാനും ആളുകളുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനേക്കാൾ ഉപരി DK മുരളിയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത്രയും തുടർക്കഥയായിക്കൊണ്ട് പീഡനങ്ങളിൽ പ്രതിയാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആ ഒരു MLA സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണം, അയോഗ്യനാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് അതിന് തെറ്റു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ തന്നെ പലപ്പോഴായി ചോദിച്ചൊരു ചോദ്യമാണ്. ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ രാജിവെക്കേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷെ ആരോടൊക്കെയോ ഉള്ള വാശി പോലെ രാഹുൽ താൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞ് നിന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഇതിനു മുൻപ് 2 തവണ കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞത് രാഹുൽ പൂർണ്ണമായും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഓരോ തവണയും ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴും വീണ്ടും ഓരോ പരാതികളുമായി രംഗത്ത് വരുന്നു, വീണ്ടും താഴേക്ക് പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ രാഹുലിന്റെ ഈ ഒരു നിലയിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാശി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ കൃത്യമായ പ്ലാനിങ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാഹുൽ ചെയ്തത് തെറ്റാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന രാഹുലിന് ജാമ്യം കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന, ഇനി രാഹുലിന്റെ അവസ്ഥ എന്താണെന്ന് വളരെ സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇതൊന്നും PR വർക്കല്ല, പക്ഷെ അദ്ദേഹത്തിനുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ, അദ്ദേഹത്തിന്റെ ഈ ഒരു സൈഡ് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആർജിച്ചെടുത്ത കുറെ ഫാൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇവരെല്ലാരും ചോദിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, രാഹുൽ തിരിച്ചു വരുമോ എന്ന്. രാഹുൽ ഇപ്പോഴും അവിടെ തുടരുന്നതിൽ അദ്ദേഹത്തിന് കൃത്യമായ പ്രൊപ്പഗാൻഡയുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ചു കാലം മിണ്ടാതിരിക്കുക, എന്നിട്ട് തിരികെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് രണ്ടാം വരെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരിക എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സൈലൻസ് ആണ്. പാർട്ടിക്കെതിരെ ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കളഞ്ഞിട്ട് പോയൊരു പാർട്ടിയാണ് കോൺഗ്രസ്, അതുകൊണ്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ഓറയുള്ള ഒരു വ്യക്തിയെ കോൺഗ്രസോ CPM ഓ BJP ഓ എപ്പോ വേണമെങ്കിലും സ്വീകരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്വന്തമായ ഒരു പാർട്ടി വേണമെങ്കിൽ രൂപീകരിക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് വരും എന്നതിന്റെ വലിയൊരു സൂചന തന്നെയാണ്. അദ്ദേഹം എന്നാണെങ്കിലും തിരികെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരും. കുറച്ചുനാൾ മാറി നിന്നുകൊണ്ട് എല്ലാം വീക്ഷിച്ച് പരോക്ഷമായി കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ട് മുന്നേറിയതിനു ശേഷം അദ്ദേഹം വീണ്ടും രംഗപ്രവേശനം നടത്തുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കോൺഗ്രസ് കൃത്യമായി രാഹുലിനെതിരെ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ രാഹുലിനെ മാറ്റി നിർത്തിയെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ രാഹുലിനെ പൂർണ്ണമായും ഈ പറയുന്ന അയോഗ്യനാകുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും. കാരണം കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചുരുക്കം പേർ മാത്രമാണ് MLA-മാരായി കോൺഗ്രസിനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെ. ഒരുപക്ഷെ രാഹുൽ രാജിവെച്ച് പോയാൽ പോലും ഇത്രയും വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാകുമായിരുന്നില്ല. അത് കോൺഗ്രസിന്റെ മൈലേജ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയും രാഹുലിനെതിരെ പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ് കോൺഗ്രസിന് പ്രത്യേകിച്ച് രാഹുലിന് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ മേഘ പറഞ്ഞിരുന്നു, തന്നെ പ്രതിസന്ധിയിലാക്കിയ പാർട്ടി എന്ന നിലയിൽ ഒരു വാക്ക് പോലും രാഹുൽ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശൻ പ്രതിരോധത്തിലാവുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം. അന്ന് നമ്മൾ പോലും ചോദിച്ചൊരു ചോദ്യമാണ്, കോൺഗ്രസിൽ നിന്നും കൊട്ടിയടക്കപ്പെട്ട വാതിൽ സതീശനെ കൊണ്ട് തന്നെ തുറപ്പിക്കാനുള്ള നീക്കമാണോ ഈ പറയുന്ന രാഹുൽ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ വീണ്ടും ഇതുപോലെ തന്നെ സജീവമായി ഇറങ്ങാനുള്ള ഒരു സാധ്യതകളുണ്ട്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. ഇന്നത്തെ പലപ്പോഴായി പല രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ വീണ്ടും സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്നൊരു സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാവുകയും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും രാഹുലിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ അത് സംശയമാണ്. ഈ ഒരു ഇത്രയും കേസുകൾ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയും കേസുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ സജീവമായി ഇറങ്ങിയാൽ
അത് രാഹുലിനെ അനുകൂലിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതികൂലിക്കുന്ന രീതിയിൽ CPM അതിനെ ഒരു ആയുധമാക്കും. അതോടൊപ്പം തന്നെയും കോൺഗ്രസിനുള്ളിൽ തന്നെ അതിനെതിരെ ക്യാമ്പയിനുകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ എല്ലാ പാർട്ടികളും അദ്ദേഹത്തെ വഹിക്കാൻ തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് പോലെ കേരളമാണ്, കേരള രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. പക്ഷേ ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ അനുസരിച്ച് നമ്മൾ ആരോട് ചോദിച്ചാലും പറയാനുള്ള സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നു. പാലക്കാട് ഷാഫിയോടും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തോടും തന്നെ സംസാരിച്ചതിന് ശേഷമായിരിക്കാം, ഇന്ന പൊളിറ്റിക്സ് ആണല്ലോ, അതിനുശേഷം ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നു. എന്നിട്ട് രാഹുൽ സ്വയമേ ഒരു പ്രചാരണ പരിപാടി നടത്തുന്നു. കോൺഗ്രസുമായി ചേർന്നുകൊണ്ടല്ല എങ്കിൽ പോലും മാറി നിന്നുകൊണ്ട് ഒരു പ്രചാരണ പരിപാടി നടത്തുന്നു. അപ്പോൾ ഈ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിനുശേഷം കുറച്ചു നാൾ ഇതിൽ നിന്ന് സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതെല്ലാം വീക്ഷിച്ചതിന് ശേഷം ഈ വലിയ ഇതെല്ലാം ചൂടെല്ലാം കെട്ടടങ്ങിയ ശേഷം അദ്ദേഹം തിരിച്ചു വരാനാണ് സാധ്യത. നമുക്കറിയാം കേസ് എത്രത്തോളം, നമുക്കറിയാം ധാർമ്മികമായി എത്രത്തോളം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കോ ഹർഷയ്ക്കോ മറ്റു മാധ്യമ പ്രവർത്തകർക്കോ എല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ ഇത് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രഗത്ഭരായ അഭിഭാഷകരുണ്ടാകണം. എന്നാലും ഒരു മുറിക്കകത്ത് നടന്നു എന്ന് പറയുന്ന സംഭവം തെളിയിക്കാൻ വളരെ പാടാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ പോലും അത് തെളിയിക്കാൻ പാടാണ്. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു റിഫോർമേറ്റീവ് ലോ ആണ്. ഇപ്പോൾ നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു ലോയിലൂടെ പോകുന്നതായതുകൊണ്ട് എല്ലാരെയും പിടിച്ച് കുറ്റവാളിയാക്കില്ല. അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുതിലൂടെ ഇറക്കി വിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് നമ്മുടെ റിഫോർമേറ്റീവ് ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിന്നെല്ലാം കുറ്റവിമുക്തനായ അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഇദ്ദേഹം നാട് മുഴുവൻ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കേസ് ഇങ്ങനെ ഒരു ഹൈ എടുത്ത് താഴെ വരുമ്പോഴേക്കും അടുത്ത കേസ് കൊണ്ട് ഒരു ഒറ്റ തട്ടെടുത്തങ്ങ് താഴെയിടും, അവിടെ ഇരുന്നോടും. ഇതിനു മുൻപ് പലപ്പോഴായി ചോദിച്ചതുപോലെ ഇതിന് സമയം എവിടെ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഒരു ജനപ്രതിനിധിയാണ്, MLA ആണെന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലപ്പോഴായി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതെ ചാനൽ ചർച്ചകളിലും അല്ലാതെയും മാധ്യമങ്ങളെ ഇൻഡിവിജ്വലായി കണ്ടുകൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി ഈ പറയുന്ന ഭരണപക്ഷത്തെ വിമർശിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ഒരേ സമയം ഒന്നിലധികം പെൺകുട്ടികളുമായി മെസ്സേജ് അയക്കുന്നു. അവർക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അദ്ദേഹം അവൈലബിൾ ആകുന്നെന്ന് അവർ ഈ പറയുന്ന പരാതികളിലെല്ലാം അവർ എടുത്തു പറയുന്ന കാര്യം അതാണ്. മൂന്നാമത്തെ പരാതിയിലെ പെൺകുട്ടി രാഹുലിന് മറ്റൊരു ബന്ധം ഉണ്ടായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അത്രയും അവൈലബിൾ ആയിരുന്നു അദ്ദേഹം. ആ കുട്ടിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതിനേക്കാളുപരി രാഹുൽ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരാളെ കുറിച്ച് രാഹുൽ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും പെൺകുട്ടിക്ക് സംശയം. ഇപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ ആ പെൺകുട്ടി എന്നല്ല, ഇത്രയും മോശം അനുഭവം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു ചിന്ത വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഒരുപക്ഷെ 2026 രാഹുൽ സജീവമാകില്ലായിരിക്കാം. രാഹുൽ 2026 നിയമസഭയിൽ മത്സരിക്കില്ലായിരിക്കാം. പക്ഷെ 2031 കോൺഗ്രസിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വെച്ച് കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇപ്പോഴും. അതെ, ഇപ്പോൾ അദ്ദേഹത്തിന് സമയം അയാൾ കണ്ടെത്തുന്നതായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ഹർഷ, അദ്ദേഹം നാളെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരു വൃത്തികെട്ട സ്വഭാവം കൊണ്ട് അദ്ദേഹം ഇത്രയും വേട്ടയാടുന്നതല്ല, സ്വന്തം കയ്യിലിരിപ്പുണ്ട. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അയാളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇപ്പോൾ അത്രയും വലിയൊരു ഇപ്പൊ ഞാനോ ഹർഷയാണ് നാളെ മുഖ്യമന്ത്രിയാകണം, നാളെ മുതൽ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യില്ല. കാരണം നമുക്ക് നാളെ മുഖ്യമന്ത്രി ആവാനുള്ളൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലും മറന്ന് ഇതിന് പുറകെ പോകുന്നെങ്കിൽ അദ്ദേഹത്തിന് മാനസിക രോഗമൊന്നുമില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നല്ലോ വളരുമെന്നുള്ളത്. പക്ഷേ കൃത്യമായി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പരിപാടി കാണിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹത്തെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത നിലയിൽ സ്വയം കുഴി തോണ്ടി വെച്ചിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി എന്തായാലും വരുന്ന ഈ പറയുന്ന നിയമസഭയിൽ ഇപ്പോൾ രാഹുൽ വിഷയം വലിയ സജീവമായ ചർച്ചകളിലേക്ക് എത്തിക്കാതെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താകും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത്.